നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പോയത് എവിടെയാന്ന് വെച്ചാല് എല്ലാം കഴിഞ്ഞവൻ തിരിച്ചു വരട്ടെ. അവന്റെ മുമ്പിൽ ഞാനിപ്പോ വലിയ കുറ്റവാളിയാണല്ലോ. മകനെ കൈനീട്ടി അടിച്ച അച്ഛൻ. അതിനേക്കാൾ എന്ത് അപരാധമാണ് ഈ ഭൂമിയിലുള്ളത്? ഹലോ, പത്മനാഭൻ തിരുമേനി ചതിച്ചില്ല. കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ നടന്നു. ദൈവനിഷേധം നടത്തിയതിന് അവൾക്കുള്ള ശിക്ഷയാണ്. നന്നായി. എല്ലാരും അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ദേവനാരായണനെയും കുടുംബത്തെ എറിയാൻ ഭക്തജനങ്ങൾ കല്ലെടുക്കാൻ ഒരു മൂളല് മാത്രം മതി. പഠിക്കട്ടെ. അപമാനിക്കപ്പെടുന്നതിന്റെ വേദന എന്താണെന്ന് ആ അച്ഛനും മോളും പഠിക്കട്ടെ. ഓക്കെ. ഇവിടെ നിൽക്കേ. നാട് വിടാനാണെങ്കിലേ എന്തിനടി അമ്പലത്തിന്റെ നടയിൽ ചെന്ന് കിടന്നേ? ഒഴിഞ്ഞു പോവില്ലെന്ന് തീരുമാനിച്ചിരിക്കല്ലേ? ഞാനൊന്നും പറയുന്നില്ല. നിനക്കുള്ള ശിക്ഷ എന്താന്ന് വെച്ചാലേ നിന്നെ താലോലിച്ചവൾ തന്നെ തന്നോളൂ. അതിനാ അവൾ അകത്തേക്ക് പോയിരിക്കുന്നത്. ഞാൻ ചായ കുടിച്ചതാ. ഇത് അമ്മയ്ക്കല്ല. കുടിക്കേ. ഇത് കുടിക്കാനാ പറഞ്ഞത്. ഓ, കേമമായി. സൽക്കരിക്കാനാണോ നീ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നത്? അമ്പലത്തിൽ നിന്ന് മടങ്ങിപ്പോയവര് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. നാളെ എന്തൊക്കെ പരിഹാരങ്ങളായിരിക്കും പത്മനാഭൻ തിരുമേനി നിർദ്ദേശിക്കാൻ പോകുന്നത്? ദേവനെ ക്ഷേത്രത്തിൽ നിന്ന് ഇറക്കി വിടുവോ? നമ്മൾ എല്ലാവരും ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വരുവോ ഇവളെ ഒരുത്തി കാരണം? നമുക്ക് പിന്നെ സംസാരിക്കാമേ. നിന്നെ ഒന്ന് തല്ലാനുള്ള അധികാരം എനിക്കില്ലേ? അതിന് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇറങ്ങി പോണായിരുന്നോ? നാല് വാക്ക് ദേഷ്യത്തിൽ പറഞ്ഞാലും ഇത്തിരി ദൂരത്തിലേക്ക് നീക്കി നിർത്തിയാലും നീ ഇല്ലാതെ ജീവിക്കാൻ അമ്മയ്ക്ക് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കാണാതായപ്പോ മുതല് ആ നടയിലേക്ക് എത്തുന്നത് വരെ അമ്മയുടെ നെഞ്ചിന്റെ പിടിച്ചിൽ എന്തായിരുന്നു എന്ന് അറിയൂ നിനക്ക്? പിടിച്ച് മടിയിലോട്ട് ഇരുത്ത്, എന്നിട്ടങ്ങ് കൊഞ്ചിക്കടി. അമ്മയോട് മിണ്ടാതെ അകത്ത് പോവാനാ പറഞ്ഞത്. പിരിഞ്ഞു പോവാൻ പറ്റും നിനക്ക് അല്ലേ മോളെ? അമ്മ എന്നോട് ക്ഷമിക്കേ. ഒരുപാട് ദൂരേക്ക് പോയേനെ. ഭഗവാന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ തന്നെയായിരുന്നു തീരുമാനം.
ഞാൻ കാരണം അമ്മയോ അച്ഛനും വിഷമിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ അഭിമാനത്തിന് ഞാനൊരു കറുത്ത പാടാവാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അമ്മ, അല്ലാതെ സ്നേഹിക്കാഞ്ഞിട്ടൊന്നുമല്ല. അമ്മയുടെ അടുത്തുനിന്ന് പോവുകയാണെങ്കിൽ എന്റെ ഹൃദയം അറുത്തു മുറിച്ച് എനിക്ക് പോകാൻ പറ്റും. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്ത് ശിക്ഷ വേണമെങ്കിലും ആളുകൾ വിധിച്ചോട്ടെ. പക്ഷെ നിന്നെ അമ്മ വിടില്ല, ഒരിടത്തും വിടില്ല. ഇനിയിപ്പോ അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. കരുതിക്കൂട്ടി മാറി നിൽക്കുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് കണ്ടെത്താനും പറ്റില്ല. അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അച്ഛൻ അടിച്ചത്. പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന്റെ അർത്ഥം എന്താ? മുത്തശ്ശിക്ക് അമ്മയ്ക്ക് ഒന്നും പറയാനില്ലേ? ഇത്രയും കാലം ഞാൻ വല്ലതും പറയുമ്പോ അവനെ ന്യായീകരിച്ചിരുന്നത് നിങ്ങളൊക്കെ കൂടിയല്ലേ? ദാ നിൽക്കുന്ന പ്രിയങ്ക, സംശയം ഉണ്ടെങ്കിൽ ഇവളോട് തന്നെ ചോദിക്ക. വിവാഹത്തിന് ശേഷം ഒരു നിമിഷമെങ്കിലും ഇവര് മര്യാദയ്ക്ക് ജീവിച്ചിട്ടുണ്ടോ? സന്തോഷം എന്താണെന്ന് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ? ചോദിച്ചു നോക്കമ്മേ. ഏട്ടത്തെ, എല്ലാവരും നല്ല വിഷമത്തിലാണ്. ഇനി എന്ത് കാര്യം പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കണ്ട. ഇത്രയും അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി കാണിക്കുന്ന ഔദാര്യമെങ്കിലും നീ ഞങ്ങളോട് കാണിക്ക് കൽപ്പനെ. ഉഫ്, മുത്തശ്ശി പറയുന്ന കേട്ടാ എനിക്ക് കുടുംബത്തിനോട് എന്തോ വിരോധമുള്ള പോലെയാണല്ലോ. കൺമുന്നിൽ ഒരു കാഴ്ച കണ്ട അത് ഒളിപ്പിച്ചു വെക്കാൻ എനിക്കറിയില്ല. ഞാനതങ്ങ് തുറന്നു പറയും. അത് നല്ലതിനു വേണ്ടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാത്തത് എന്റെ കുഴപ്പമാണോ? മതി മോളെ, നീ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ഇവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അതിന്റെ വിഷമത്തിൽ വേണം. പോയത് എവിടെയാന്ന് വെച്ചാല് എല്ലാം കഴിഞ്ഞവൻ തിരിച്ചു വരട്ടെ. അവന്റെ മുമ്പിൽ ഞാനിപ്പോ വലിയ കുറ്റവാളിയാണല്ലോ. മകനെ കൈനീട്ടി അടിച്ച അച്ഛൻ, അതിനേക്കാൾ എന്ത് അപരാധമാണ് ഈ ഭൂമിയിലുള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.